യെസ്, രാജശേഖരൻ ഹിയർ. ആരെ? ശ്രീജമോളോ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. ആ, നോ പ്രോബ്ലം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയായി. ആ, മോളെപ്പോഴാ ഇങ്ങോട്ട് പുറപ്പെടുന്നത്? മമ്മി ഇവിടെ ഉണ്ട്. ആ, ഓക്കെ ഓക്കെ, ബൈ. ആരാ? ശ്രീജമോള. അവൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുന്നു. അവളുടെ അച്ഛനും അമ്മയും മരിച്ചു വീണ നാട്ടിലേക്ക്. അന്നവൾ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഇന്നവളൊരു ഡോക്ടറാണ്, ഡോക്ടർ ഷീജ. മോളെ, മമ്മി യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? ഓ, എന്റെ മോളെ ക്ഷീണിച്ചു പോയി. പണ്ടവള് കുട്ടിയാനോടെ പോലായിരുന്നു. നീ വാ മോളെ, അവൾ അങ്ങനൊക്കെ പറയും. ഹലോ, രാജശേഖരൻ ഹിയർ. ആ, ഞാൻ ഉടനെ വരാം. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം. മോള് കുളിച്ച് റെസ്റ്റ് എടുക്ക്. ശരി ഡാഡി. നിന്റെ ഡാഡിക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നതിന് ശേഷം ഒറ്റ ദിവസം പോലും റെസ്റ്റ് ഇല്ല. ഇങ്ങനെയുണ്ട് ഒരു തൊഴില്. ശരിമോളെ, താഴെ ഒരു പാത്രം എടുത്തിട്ട് വരൂ. അനി കേറിക്കോ. ആ, കേറിക്കോ. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? എത്ര നേരമായി? മതി മോനെ. അപ്പച്ചന് ആഫീസിൽ പോവാൻ നേരമായി മോനെ, പെട്ടെന്ന് വരൂ. ഷീജമോളെ, ഒന്ന് മതിയാക്കുന്നേ. അജി മോളെ, അജി. സമയമായി. ആ, മോക്ക് അപ്പച്ചന്റെ ബർത്ത്ഡേ പ്രസന്റേഷൻ മോക്ക് ഇഷ്ടായോ? അപ്പച്ചന് ഒരു ഉമ്മതാ. ആ, അപ്പൊ അമ്മക്കില്ലേ? മോളെ, മോളെ, എന്താ മോളെ? ഒന്നുമില്ല മമ്മി. ഇല്ല, എന്തുകൊണ്ട്? ഞാൻ പഴയതെല്ലാം ഓർത്തുപോയി. എന്റെ അപ്പച്ചനും അമ്മച്ചയും. മോളെ, നിനക്ക് ഞങ്ങളില്ലേ? എന്റെ മോള് കരയാതെ. മോളൊന്നും ഓർത്തും വിഷമിക്കരുത്. ഞങ്ങൾക്ക് എല്ലാം നീയാണ്. കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്ക് നിന്നെ കിട്ടി. നീ ഇന്നൊരു ഡോക്ടറായി. നിന്റെ സുഖവും സന്തോഷവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ എന്നെ ഓർത്തല്ല, എന്റെ അനുജനും അനുജത്തിയും. മോളെ, ഈശ്വര സഹായത്താൽ അവരെല്ലാം എപ്പോഴും എവിടെയെങ്കിലും സുഖമായി ജീവിച്ചിരിപ്പുണ്ടാവും. അവരെല്ലാം തേടി പിടിക്കാൻ ഇപ്പോഴും നിന്റെ ഡാഡി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എന്താ മോളെ? അവള് പഴയതെല്ലാം ഓർത്തുപോയെന്ന്. മോളെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഡാഡി, നോ, നീ ഇന്നൊരു ഡോക്ടറാണ്. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള സഹനശക്തിയാണ് നിനക്ക് ആവശ്യം. അവളുടെ അനുജനും അനുജത്തിമാരെയും കുറിച്ചാണ് അവൾക്കിപ്പോ വേദന. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ മോളെ. എന്നെങ്കിലും ഒരു ദിവസം നാം അവരെ കണ്ടെത്തും. ഏയ്, അപ്പോഴേ സാറേ ഒന്ന് എണീറ്റേ. നേരെ ഉച്ചയായി. ഇതാ ചായ. ചായ അവിടെ വെച്ചിട്ട് ചേട്ടൻ പോയിക്കോ. പെണ്ണിനെ അച്ഛൻ കൊഞ്ചിച്ച് ഈ പരുവത്തിലാക്കി. അല്ല, അച്ഛന് പോലും അറിയണം. അങ്ങേര് പരലോകത്ത് സുഖമായിട്ട് കഴിയുന്നു. ഇവിടെ കിടന്ന് പാടുപെടുന്നത് നമ്മളും. അനി അനി എനിക്ക് മോളെ, ചേട്ടന് ജോലിക്ക് പോകാൻ സമയമായി. ചായ അവിടെ വെച്ചിട്ട് ചേട്ടൻ പോയിക്കോ. ആ, ഇനി ഈ പരിപാടി പറ്റത്തില്ല. എനിക്കേ എടീന്നോ? എന്നെ അച്ഛൻ പോലെ എടീന്ന് വിളിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പമാണ് നിനക്ക്. നേരെ ചെയ്ത് വളർത്തിയിരുന്നെങ്കിലേ ഇപ്പൊ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ അടുക്കള കയറി ചായ ഉണ്ടായിക്കൊണ്ട് കഴിയേണ്ടിരുന്നു. ഇതാ ചായ. എനിക്ക് വേണ്ട. ആ, വേണ്ട.
തടിച്ചിക്ക് ഇപ്പോഴും ഞാൻ ചായ ഉണ്ടായിക്കൊണ്ട് വരണം. നാളെ മുതൽ എനിക്കാരും ചായ ഇട്ടുകൊണ്ട് വരണ്ട, ഞാൻ ഇട്ടോളാം. ഇട് ഇട്. എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? പിന്നെ നിന്നെ കെട്ടിച്ചു വിടുന്നിടത്ത് നിന്റെ ഭർത്താവ് നിനക്ക് ചായ ഒന്നും ഉണ്ടാക്കി കൊണ്ടു തരത്തില്ല. ഞാൻ കാര്യം പറഞ്ഞേക്കാം. പോ ചേട്ടാ. ഉള്ളത് പറഞ്ഞപ്പോ പെണ്ണിന്റെ തുള്ളല് കണ്ടില്ലേ? ആ എനിക്ക് വേറെ, ഞാൻ ഓഫീസിൽ പോട്ടെ. വരട്ടെ മോളെ. ആ. അനി അനി ചേട്ടന്റെ കത്തി. ഈ കത്തിയില്ലാതെ ചേട്ടന് നടക്കാറിഞ്ഞൂടെ? ഈ കത്തി മാത്രമാണ് മോളെ മരിക്കുമ്പോൾ എന്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളൂ. വേറെ ഒരു സമ്പാദ്യവും എനിക്ക് തന്നിട്ടില്ല. വേറെ ഒന്നും തന്നിട്ടില്ലേ? സോറി മോളെ. അനിയത്തിയായിട്ട് നിന്നെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്താ പേടിച്ചു പോയോ? പിന്നില്ലേ, ഇപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ കാണായിരുന്നു. ഇതൊരു തമാശക്കല്ലേ? പിന്നെ ഒരു തമാശ. ശ്രീമതി ഇന്നല്പം സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. ആട്ടെ, അനിതാകുമാരി എങ്ങോട്ടാണ്? ഇഷ്ടമുള്ള അടുത്തേക്ക്. ഇതാ നോക്ക്, ഒന്നുമില്ലെങ്കിലും ഞാൻ കുമാരിയുടെ ജ്യേഷ്ഠന്റെ ബോസിന്റെ മകനല്ലേ? അതിന്റെ മര്യാദയെങ്കിലും ഒന്ന് കാണിച്ചൂടെ? അത് ചേട്ടന്, എനിക്കെന്താ? എനിക്കെന്താന്നോ? എന്നാ ഞാൻ വരട്ടെ, പിന്നെ കാണാം. അയ്യോ അതെ, അല്ലെങ്കിലും രവിക്ക് എന്നോട് ഈടെ തീരെ ഇഷ്ടമില്ല. അയ്യോ, ഇത് പുതിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നല്ലോ. ഒന്ന് പോടുന്നു. നിന്റെ ഈ ദേഷ്യം കാണാൻ എന്ത് രസമാണെന്ന്. ആ റിസൾട്ട് അറിഞ്ഞില്ലേ? ജയിച്ചതെന്ന് എനിക്ക് സമ്മാനമൊന്നുമില്ലേ? ആട്ടെ, ഇനി എന്താ പ്ലാൻ? സന്യസിക്കാൻ. ആ അത് കൊള്ളാം. വലിയ ചെലവൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രീമതിക്ക് ഞാനൊരു ജോലി സമ്പാദിച്ചു തരാം. എവിടെ? എവിടെയായാലും എന്താ, എനിക്ക് ജോലി ചെയ്താ പോരെ? പ്ലീസ് രവി, ഒന്ന് പറയൂ. ധൃതി വെക്കാതെ ശ്രീമതി, ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. അതൊക്കെ ഇന്റർവ്യൂ നടത്തിയല്ലേ എടുക്കൂ. പിന്നല്ലാതെ. അപ്പൊ പിന്നെ എനിക്ക് കിട്ടില്ല. അതെന്താ? എല്ലാവരും ആളെ തെരഞ്ഞെടുത്തതിന് ശേഷമല്ലേ ഇന്റർവ്യൂ നടത്തുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആദ്യം ഞാനൊരു ഇന്റർവ്യൂ ചെയ്യും. കൊള്ളാം. ആ, നിന്റെ ചേട്ടനോട് ഡാഡിയോടൊന്ന് സൂചിപ്പിക്കാൻ പറ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ചേട്ടൻ മുതലാളിയോടൊന്ന് പറഞ്ഞു നോക്ക്. പറഞ്ഞു നോക്കാം, കിട്ടിയ നമ്മുടെ ഭാഗ്യം. അതൊക്കെ കിട്ടും. രവി മുതലാളിയും റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? കൊച്ചുമുതലാളിയോ? നീ എവിടെ വെച്ചാ കൊച്ചുമുതലാളിയെ കണ്ടത്? ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോ വണ്ടി നിർത്തി കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടനോട് വലിയ മുതലാളിയെ കണ്ട് സംസാരിക്കാൻ പറയണമെന്ന് പറഞ്ഞു.